സ്നേഹാംസാണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ട് നമുക്ക് ഹിന്ദിയുടെ ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിലബസ് ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കാം കേട്ടോ. അതായത് NCERT ആണ് നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ NCERT ആണ്, അത് ഏത് ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കമന്റ് ബോക്സിൽ വരാം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സിലബസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ചിലപ്പോൾ എന്താണ് കോണ്ടന്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ മക്കളെ എല്ലാവരും മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് ഹിന്ദിയുടെ ബേസിക്സ് ആണ്. എനിക്കറിയാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർവനാം എന്താണ്, പ്രോനൗൺ എന്താണ് എന്നാണ്. എന്താണ് മിസ്സേ പ്രോനൗൺ എന്നുള്ളത്? ഞങ്ങൾക്കറിയാം, എനിക്കറിയാം നിങ്ങൾക്ക് പ്രോനൗണും നൗണും ഒക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതിനൊരു വലിയ പേരിട്ട് വെച്ച് എന്നുള്ളൂ, സർവനാം എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നു അല്ലെ. അപ്പൊ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇത് അംബാനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവന്റെ പേരെന്താണ്? അംബാനാണ് എന്നറിയാം. അവന്റെ കയ്യിലുള്ള ആ സാധനം ഗണ്ണാണ് എന്നും നിങ്ങൾക്കറിയാം. അപ്പൊ ഒബ്ജക്റ്റിനെ കുറിച്ചും ആ വ്യക്തിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം. അതാണ് നമ്മൾ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണ് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇനി മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇവൻ ആരാണെന്ന് നമുക്കറിയില്ല, ഇതെന്താ സംഭവം നമുക്കറിയില്ല. അതായത് ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, വ്യക്തിയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാ ഇവൻ എന്ന് പറയും, അല്ലെങ്കിൽ ഹി എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ ഈ സാധനം ഇത് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലെ. ഈ ഇത്, ഈ, ഇവൻ, അവൻ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? സർവനാം അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോനൗൺ അല്ലെങ്കിൽ സർവനാം എന്ന് പറയുന്നത്. മിസ്സേ ഞങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നും അല്ല വേണ്ടത്, ഹിന്ദിയിലെ പ്രോനൗണുകൾ അല്ലെങ്കിൽ സർവനാമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വേണ്ടത്. എനിക്കറിയാം. അപ്പോൾ ഹിന്ദിയിലെ സർവനാമങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്ന് പഠിക്കാൻ പോവാണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഹിന്ദി നിങ്ങൾ എത്രയോ അറിഞ്ഞോട്ടെ, പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചോളാം. നമ്മുടെ ഹിന്ദിയുടെ ബേസിക്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ നോക്കിക്കോളാം മക്കളെ. വഹ് എന്ന് പറയുന്നതുണ്ട്, യഹ് ഉണ്ട്, വേ ഉണ്ട്, യേ ഉണ്ട്, പിന്നെ എന്തുണ്ട്? മേ, ആപ്, തും, തു, ഹം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവനാമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മക്കൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇംഗ്ലീഷിൽ പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്ത്? മലയാളത്തിൽ ഹിന്ദി പഠിക്കുന്നത്. കാരണം എന്താ? മിസ് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും വ്യത്യസ്തമാണ്. പക്ഷെ മലയാളം ഹിന്ദി മക്കളൊന്ന് എടുത്തു നോക്കിയേ, ഏകദേശം ഒരു കണക്ഷൻ തോന്നില്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ, ഹിന്ദി പഠിക്കുമ്പോൾ എപ്പോഴും മലയാളത്തിൽ പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇത് നോക്കിക്കേ മക്കളെ, വഹ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ സർവനാമം എന്ന് പറയുന്നത്. അപ്പൊ വഹ് എന്ന് പറയുമ്പോൾ മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അങ്ങ് ദൂരെയുള്ള ഒരു വ്യക്തി, സ്ഥലം അല്ലെങ്കിൽ സാധനത്തിനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? വഹ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ്, പ്ലേസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നെയിം എന്താണ്? ദൂരെയാണ് കേട്ടോ. ഒരു വ്യക്തി ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ, ദൂരെയാണ് എന്നുള്ള കാര്യം വളരെ നന്നായിട്ട് ആലോചിക്കുക കേട്ടോ. ദൂരെയാണെങ്കിൽ നമ്മൾ വഹ് എന്ന് ഉപയോഗിക്കും. ആ, അത്, അവൻ, അവൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഹ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ ദാറ്റ്, ഇറ്റ്, ഷീ, ഹി എന്നൊക്കെ പറയും. അപ്പൊ ഈ ഇംഗ്ലീഷിൽ പഠിക്കുന്നതിനേക്കാളും നല്ലത് മക്കൾ മലയാളത്തിൽ പഠിച്ചു വെച്ചാൽ അത് ഡയറക്റ്റ് എന്ത് കയറും? നമ്മുടെ തലയിലേക്ക് കയറും കേട്ടോ. അപ്പൊ മലയാളത്തിൽ പഠിക്കാൻ നോക്കാം. വഹ്, ആ, അത്, അവൻ, അവൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. യഹ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങ് അടുത്ത് ഒരുപാടല്ല, ഒറ്റ സാധനം അല്ലെങ്കിൽ എന്താണ്? ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? യഹ് എന്ന് പറയും. നോക്കിക്കേ, ഈ, ഇത്, ഇവൾ, ഇവൻ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ എന്ത്? യഹ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ദിസ്, ഇറ്റ്, ഷീ, ഹി എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ വഹ് പഠിച്ചു, ദൂരെ വഹാണ്, അടുത്ത യഹാണ്. ഇനി മക്കൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളാം. വേ എന്ന് വെച്ചാൽ ദൂരെയുള്ള കാര്യമാണ്, പക്ഷേ അവിടെ ഒരുപാട് ആളുകളുണ്ട്,
ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വേ എന്ന് പറയും. ഒരുപാട് എന്നുള്ള കാര്യം ആലോചിക്കണം കേട്ടോ. എന്താണ്? ഒരുപാട് ആളുകൾ അങ്ങ് ദൂരെ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ദൂരെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അവർ അല്ലെങ്കിൽ അവ എന്ന് പറയും. ഹിന്ദിയിൽ നമ്മൾ ഒറ്റ വാക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അത് വേ ആണ്. എന്താണ്? വേ ആണ്. ഇനി ശ്രദ്ധിച്ചേ, ഒരുപാട് ആളുകൾ അടുത്തുണ്ട്, ഒരുപാട് സാധനങ്ങൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ യേ എന്ന് പറയും. അടുത്താണ്, വളരെ അടുത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇവർ, ഇവ എന്നുള്ളതിന് നമ്മൾ യേ എന്ന് പറയുന്നു. അവരെന്താണ്? അടുത്താണ് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. എന്താണ്? അടുത്താണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം വഹ് എന്ന് വെച്ചാൽ ദൂരെയാണ്, യഹ് എന്ന് വെച്ചാൽ അടുത്താണ്. ഒരുപാട് ആളുകൾ ദൂരെയുണ്ടെങ്കിൽ നമ്മൾ വേ ഉപയോഗിക്കും. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ആളുകൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ യേ ഉപയോഗിക്കും. ഇത് നിങ്ങളിങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കാവുന്നതാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ പഠിച്ചു വെക്കണം. ഹിന്ദി എഴുതുമ്പോൾ ഇനി തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നോക്കിക്കേ, അടുത്തത് വളരെ എളുപ്പമാണ്. മേം എന്ന് വെച്ചാൽ ഞാനാണ്. എന്താണ്? മേം എന്ന് വെച്ചാൽ ഞാനാണ്. പിന്നെ മക്കൾ തെറ്റിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. മേം എന്ന് വെച്ചാൽ ഈ മേമും തമ്മിൽ തെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കിക്കേ. ഇത് എന്ന് വെച്ചാൽ ഇൽ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞ ആളാണ് അല്ലേ ഇതൊക്കെ. അപ്പം മേം എന്ന് വെച്ചാൽ ഞാനാണ്, മേ എന്ന് വെച്ചാൽ ഇല്ലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഒരു എക്സാമ്പിൾ പറയട്ടെ മിസ്. നദീമേ, നദീമേ എന്ന് വെച്ചാൽ എന്താണ്? നദിയിൽ എന്നുള്ള അർത്ഥമാണ് അല്ലെ. എന്താണ്? നദിയിൽ എന്നുള്ള അർത്ഥമാണ്. ഇൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത് നദീമേ അല്ലെ. അപ്പൊ ഓക്കെ, മേ എന്ന് പറയുന്നതും നിങ്ങൾക്ക് ഇനി മാറിപ്പോവത്തില്ല. അടുത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ആപ്, തും, തു എന്ന് പറയുന്ന ഈ മൂന്നാളുകൾക്കും ഇംഗ്ലീഷിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്ത്? യു എന്ന് പറയുന്നതാണ്. പക്ഷെ ഹിന്ദിയിൽ ഇവരുടെ അർത്ഥങ്ങളൊക്കെ വേറെ വേറെയാണ്. നോക്കിക്കേ, ആപ്പ് എന്ന് വെച്ചാൽ റെസ്പെക്റ്റോട് കൂടി നമ്മൾ ഒരാളെ വിളിക്കുന്നതാണ്. എന്ത്? ആപ്പ്, താങ്കൾ എന്ന് പറയുന്നത് അല്ലെ. റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരാളെ പറയുമ്പോൾ നമ്മൾ ആപ്പ് എന്ന് പറയും അല്ലെ. ഇനി നമ്മുടെ ഈക്വൽ ആണ്, അതായത് നമ്മുടെ അതേ സെയിം ഏജിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? തും എന്ന് പറയാം അല്ലെ. എന്താ? സെയിം ഏജിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തും എന്ന് പറയാം. നിങ്ങൾ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. ഇനി നിങ്ങളെക്കാളും ചെറിയതാണ്, കുഞ്ഞനാണ്, കുഞ്ഞന്മാരോടൊക്കെ നിങ്ങൾ പറയും എന്ത് പറയാം? തു എന്ന് ഉപയോഗിക്കാം. എന്താണ്? തു, നീ എന്ന് ഉപയോഗിക്കാം. അത്ര റെസ്പെക്റ്റ് ഒന്നും വേണ്ട, തു എന്നാണ്. എന്താണ്? ആപ്, തും, തു എന്ന് പറയുന്നത് ഒരേ അർത്ഥമാണ് ഇംഗ്ലീഷിലെങ്കിലും ഹിന്ദിയിൽ എന്താണ്? വ്യത്യസ്തമാണ്. ആപ്പ് എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. തും നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്ന് പറയാൻ. തു എന്ന് വെച്ചാൽ എന്താണ്? നീയാണ് അല്ലെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഹം ആണ്. ഹം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളാണ്, ഞങ്ങളാണ്, വി ആണ് അല്ലേ ഹം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മറന്നു പോയില്ല, വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എഴുതുമ്പോൾ നിങ്ങൾ ഇനി ഇതൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. മാത്രമല്ല മക്കൾ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ സിലബസ് ഏതാ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, ബൈ.